ഈ രാഹുൽ ഗാന്ധി മോദി ഗ്യാരണ്ടിയെ കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. അതറിയോ? മോദി ഗ്യാരണ്ടി എന്താണ്? ഒരു ഗ്യാരണ്ടി അല്ല, അതൊരു വാഗ്ദാനമാണ് എന്നുള്ളത്. അത് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇന്നവിടെ പറഞ്ഞിട്ടുള്ളത്. മോഡി ഗ്യാരണ്ടി ഒരു ഗ്യാരണ്ടി അല്ല, അതൊരു വാഗ്ദാനമാണ്. അതെങ്ങനെയാണ് ഗ്യാരണ്ടിയായി മാറുക എന്ന് പറഞ്ഞാൽ, മുൻപ് ഭരിക്കുന്ന സമയങ്ങളിൽ നടപ്പിലാക്കിയാൽ മാത്രമേ അത് ഗ്യാരണ്ടി ആവുള്ളൂ എന്ന് പറഞ്ഞ ആരാ? രാഹുൽ ഗാന്ധിയാ. ഈ രാഹുൽ ഗാന്ധി തന്നെയാണ് ഇവിടെ വന്നിട്ട് പറയുന്നത്, ഇതാണ് ഞങ്ങളുടെ ഗ്യാരണ്ടി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ മുൻ സർക്കാർ ഭരിച്ച സമയത്ത് ഇത് നടപ്പിലാക്കിയെങ്കിൽ മാത്രമേ അത് ഗ്യാരണ്ടി ആവുള്ളൂ, അല്ലെങ്കിൽ അത് വാഗ്ദാനമാവും. ഇത് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞ കാര്യമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്യാരണ്ടി യുദ്ധം നടത്തുന്നതിനേക്കാളും കൂടുതൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? 2021-ലും 2016-ലും ഒക്കെ പ്രിൻ്റ് ചെയ്ത് അതേ കോപ്പി എടുത്ത് ഇവിടെ കൊണ്ട് വായിച്ചു എന്നുള്ളതിനേക്കാൾ അപ്പുറം കനകോല് വേറൊന്നും ചെയ്തിട്ടില്ല. കനകോല് ചെയ്തത് എന്താ? കർണാടകയിൽ പ്രിൻ്റ് ചെയ്തതും തെലങ്കാനയിൽ പ്രിൻ്റ് ചെയ്യുന്നതുമായ സാധനം നേരെ കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് കൊടുത്തു. രാഹുൽ ഗാന്ധി അത് വായിച്ചു, അത് മലയാളത്തിൽ തർജ്ജമ ചെയ്തു എന്നുള്ളതിനേക്കാളും അപ്പുറം ഒന്നും നടന്നിട്ടില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന്, എന്താ നടക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്, ഏത് രീതിയിലാണ് കാര്യങ്ങൾ നടപ്പിലാക്കുക എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, എങ്ങനെയാണ് വികസനം നടക്കുക എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് നടക്കുന്നതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയേ. 2016 ഇലക്ഷനോട് അടുത്തുള്ള ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഈ പെരുമാറ്റച്ചട്ടം വരുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ കേരളം കണ്ടെന്താ അറിയോ? തറക്കല്ലിടലായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ നിൽക്കാതെ, ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഓടുകയായിരുന്നു എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? തറക്കല്ലിടാൻ വേണ്ടിയിട്ട്. അവിടെ തറക്കല്ലിടുന്നു, ഇവിടെ തറക്കല്ലിടുന്നു, പിന്നെ എന്താണ് നമ്മുടെ വിഴിഞ്ഞം പ്രൊജക്റ്റിന് തറക്കല്ലിടുന്നു, എയർപോർട്ടിന് തറക്കല്ലിടുന്നു, മെട്രോയ്ക്ക് തറക്കല്ലിടുന്നു, ഭൂലോകം തറക്കല്ലിടലായിരുന്നു. ഇപ്പോൾ നടക്കുന്നത് എന്താ അറിയോ? ഇപ്പോൾ നടക്കുന്നത് ഉദ്ഘാടനങ്ങളാണ്. പാലങ്ങൾ, റോഡുകൾ, ഹൈവേകൾ എല്ലാം പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനങ്ങളാണ് നടക്കുന്നത്. ഇതാണ് ഈ രണ്ട് സർക്കാർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കിയ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവും എന്നുള്ളതാണ്. 2500 രൂപയാണ് പിണറായി സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? 2000 പൂർത്തീകരിച്ചു. നേരത്തെ മാധു പറഞ്ഞതിൻ്റെ അകത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ VS അച്യുതാനന്ദൻ്റെ കാലം വരെ ഉണ്ടായിരുന്ന പെൻഷൻ എന്ന് പറയുന്നത് 100 രൂപയാണ് കേട്ടോ. 2006 വരെ 100 രൂപയാണ്. VS അച്യുതാനന്ദൻ 120. VS അച്യുതാനന്ദൻ വന്നിട്ട് ഒറ്റയടിക്ക് 500 രൂപയായി മാറ്റി. മനസ്സിലായോ? അത് കഴിഞ്ഞ് അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടി സർക്കാർ 100 രൂപയാണ് കൂട്ടിയത്, എന്നിട്ടാണ് അത് 600 ആക്കിയെന്ന് ഓർക്കണം. അവിടെ നിന്നാണ് ഈ 2000-ലേക്ക് കുതിക്കുന്നത് എന്ന് പറഞ്ഞാൽ 1400 രൂപയുടെ വർധനയാണ്. അപ്പോൾ ഇത് നമ്മൾ എന്നിട്ട് അത് മാത്രമാണോ? ഈ 100 രൂപ കൂട്ടി, ശരി, ഉമ്മൻചാണ്ടി സർക്കാർ 100 രൂപ നല്ല കാര്യം എന്ന് വെക്കുക. എന്നാൽ ഇത് കൊടുക്കണ്ടേ? കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, 34,000 കോടി കൊടുത്തു തീർത്തത് പിണറായി വിജയൻ സർക്കാരാണ്. ഇപ്പം 600 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ജനങ്ങളാണ് 2021-ൽ ഈ പറഞ്ഞ UDF-നെ തോൽപ്പിച്ചത് കേട്ടോ. അന്നും UDF-ന്റെ ഗ്യാരണ്ടി എത്രയാ? 3000. അല്ല അന്ന് 3000 പെൻഷൻ, 3000-വും സ്ത്രീകൾക്ക് 6000. ഒരു വീട്ടിലേക്ക് 72,000 രൂപ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നു പറഞ്ഞിട്ട് വിശ്വസിച്ചിട്ടില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ. ഒരു വർഷം കേരളത്തിലെ സ്ത്രീകൾക്ക് 72,000 രൂപ കൊടുക്കുമെന്ന് 2021-ൽ UDF പറഞ്ഞിട്ട് അത് വിശ്വസിച്ചിട്ടില്ല. ആ വിശ്വസിക്കാത്ത സ്ഥലത്തേക്കാണ് പിന്നെ 3000 കൊണ്ടുവരുന്നത്. അത് മനസ്സിലാക്കേണ്ട കാര്യമില്ലേ? പിന്നെ ഈ പറഞ്ഞ സ്ത്രീകൾക്ക് 2000 കൊടുക്കുമെന്ന് പറഞ്ഞേക്കുന്നല്ലേ, 1000 രൂപ സർക്കാർ, പിണറായി സർക്കാർ കൊടുത്തു തുടങ്ങി, 1000 രൂപ. അപ്പം ഇതൊക്കെ പറയുമ്പോൾ ജനങ്ങൾ എങ്ങനെ, ഞാൻ പറയുന്നതേ, ഒട്ടും ഹോംവർക്ക് ചെയ്യാതെ, ഒട്ടും കേരളത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ, കേരള ജനങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് പോലും മനസ്സിലാക്കാതെ കനകോലും ഉണ്ടാക്കി കൊടുക്കുന്ന റിപ്പോർട്ടാണെന്നേ ഇത് കേരളത്തിലെ ജനങ്ങൾ എത്ര വർഷങ്ങളായി തള്ളിത്തളഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ട് എന്താണ് വന്ന് പറയുന്നത്? ഞങ്ങൾ 100 സീറ്റിൽ മേലെ അധികാരത്തിൽ വരും എന്ന് പറയുകയാണ്. അത് തന്നെ വലിയ കോമഡിയാണ്. ഞാൻ പറയും, ഈ നുണ പറയുമ്പോൾ ജനങ്ങൾ വിശ്വസിക്കുന്ന നുണയെങ്കിലും പറയണ്ടേ? നുണ പറയുന്നത് ജനങ്ങൾ വിശ്വസിക്കുന്ന നുണയാണ്. എന്തുകൊണ്ട് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെ ഒഴിവാക്കി 100 സീറ്റിൽ ഞങ്ങൾ അധികാരത്തിൽ വരുന്നു എന്നുള്ള കാര്യം പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു അതിന് ഏറ്റവും ഉദാഹരണം പറയാം. ഇന്നത്തെ ഗ്യാരണ്ടികളിൽ പാളീസായ ഒരു ഗ്യാരണ്ടിയാണ് ഞാൻ പറഞ്ഞത്. 25 ലക്ഷം ഒരു വീട്ടിൽ ഇൻഷുറൻസ്. നിങ്ങളുടെ സ്വന്തം കുടുംബത്തിൽ ഇൻഷുറൻസുള്ള കേരളത്തിലെ ഞാൻ വിചാരിക്കുന്നു 35% ആൾക്കാരെങ്കിലും സ്വന്തം ഇൻഷുറൻസുള്ള ആൾക്കാരായിരിക്കും, അല്ലേ? ആ ആൾക്കാർ ചോദിച്ചാൽ മതി, ഒരു 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസിൻ്റെ പ്രീമിയം എത്രയാണെന്നാണ് വിചാരിക്കുന്നത്? വെറും 5 ലക്ഷം രൂപയുടെ പ്രീമിയം ഞാൻ പറയുന്നത്. അപ്പോൾ 25 ലക്ഷത്തിന് എത്ര പ്രീമിയം വേണം? 1 കോടി കുടുംബങ്ങളില്ല കേരളത്തിൽ, 1 കോടിയിൽ മേലെ കുടുംബങ്ങളിൽ ജനങ്ങൾ. വർക്കൗട്ട് ചെയ്താൽ പൊളിഞ്ഞ് പാളീസാവുന്ന സാറേ, ഒരു വർഷം ഏകദേശം 40,000 കോടി വേണം. 40,000 കേരളത്തിലെ ബഡ്ജറ്റിന്റെ പകുതിയായി. 10 ലക്ഷത്തിന് ഞാൻ 30,000 രൂപ പ്രീമിയം. അതാണ് ഞാൻ പറയുന്നത് സാറേ, 25 ലക്ഷം എത്ര വേണം? അതാണ് ഞാൻ പറഞ്ഞത്, 50,000 കോടിക്ക് മേലെ വേണം, 40,000 കോടി മിനിമം. പകുതി അത് കേരളത്തിലെ ബഡ്ജറ്റിന്റെ പകുതി കേരളത്തിൽ ഇൻഷുറൻസിന് മാറ്റിവെക്കുന്ന ഭൂലോക വിഡ്ഢിത്തരം പറയുന്ന ഒരു ഗ്യാരണ്ടി എന്നല്ലേ പറയുന്നത്. ഇതൊരു വാഗ്ദാനമായി പോലും കാണാൻ പറ്റില്ല എന്ന്.
അപ്പം ഞാൻ പറയുന്നത് വിവരദോഷത്തിനും പറയുന്നതിന് ഒരു അതിലില്ലേന്ന്, ഒരു വിവരദോഷത്തിനും പറയുക അതിലില്ലേ? നിങ്ങൾ അരുൺ സാർ നേരത്തെ പറഞ്ഞു ഈ പറയുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ, ഇത് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1000 രൂപ, 1000 കോടി കൊടുത്ത് ഒരു 1100 ആക്കി കൂടായിരുന്നോ? അതുകൊണ്ട് കൊടുത്തോണ്ടിരിക്കുന്ന സർക്കാരിൻ്റെ അതേ കാര്യമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊന്നും കർണാടകയിൽ KSRTC പോകുന്നവർക്ക് 1000 രൂപ, പിന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുകയാണ്. ഈ കേരളത്തിലെ കർണാടകയിൽ പൊളിഞ്ഞ് പാളീസായത് ഇവർക്ക് അറിഞ്ഞൂടെ? അതിന് നേതൃത്വം നൽകിയ കേരളത്തിലെ MP ആണ്. ഓർക്കണം, കർണാടകയിലെ ഇലക്ഷന് നേതൃത്വം നൽകിയത് കേരളത്തിലെ MP ആണ്. ഇപ്പം ഞാൻ 3 ദിവസമായി ചർച്ച ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു, തെലങ്കാനയിലെ പത്രപരസ്യം. തെലങ്കാനയിലെ പത്രപരസ്യത്തിൽ കേരളത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ആ പത്രം പരസ്യം എടുത്തു നോക്കിയേ. അവിടുത്തെ BRS എന്ന് പറയുന്ന പ്രതിപക്ഷ പാർട്ടി പറയുന്നത് അവിടെ ഇതൊന്നും നടപ്പിലാക്കിയിട്ടില്ല എന്നാണ്. എന്നിട്ട് ഇവിടെ കേരളത്തിൽ പരസ്യം കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത് അല്ല, നടപ്പിലാക്കിയിട്ടില്ല എന്ന്, അത് യാഥാർത്ഥ്യമാണ്. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം അറിയോ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കർണാടകയിൽ പൊളിഞ്ഞ് പാളീസായ കർണാടകയിലെ ആണുങ്ങളുടെ പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പോൾ ഈ പെണ്ണുങ്ങളുടെ ഭാരം കൂടെ ആണുങ്ങളെ തലയിൽ വെച്ച് കൊടുത്തു. കാരണം ഇവിടെ കുറച്ച് കൊടുത്തിട്ട് നേരെ ഡബിൾ ആക്കി കൊടുത്തു യാത്രാക്കൂലി. ഉണ്ടെന്ന് നിങ്ങൾ വേർതിരിച്ചിട്ട് സ്ത്രീകൾക്ക് ഫ്രീ ആയി കൊടുത്തിട്ട് ഒരു കുടുംബത്തിൽ അങ്ങനെയല്ല. ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് സ്ത്രീ പുരുഷ സമത്വം. ഒരു മിനിറ്റ് സുനിലെ, സ്ത്രീ പുരുഷ സമത്വം വേണമെന്നൊക്കെ പറയുന്നിട്ട് ഈ ഒരു കുടുംബത്തിലെ ഭാര്യയുടെ യാത്രാക്കൂലി എടുത്ത് ഭർത്താവിൻ്റെ തലയിൽ വെച്ച് കൊടുത്തുള്ള അവസ്ഥ എന്താണ്? ഇതാണോ ഈ പറയുന്ന സ്ത്രീ സുരക്ഷ? ഇതാണോ സ്ത്രീ സുരക്ഷ? എന്നിട്ട് അത് പൊളിഞ്ഞ് പാളീസായി. എന്നിട്ട് KSRTC പൂട്ടിത്തരണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി പോയ ആൾക്കാരാണ്. പൂട്ടേണ്ടി വരും എന്ന് പറഞ്ഞ് സുപ്രീം കോടതി പോയ ആളാണ്. നിയമസഭയിൽ വന്നിട്ട് ആര്യാടൻ മുഹമ്മദ് പറഞ്ഞത് KSRTC പൂട്ടലിൻ്റെ വക്കിലാണ് എന്ന് പറഞ്ഞ ആളാണ് KSRTCയിലെ യാത്ര ഫ്രീ ആക്കി കൊടുക്കാൻ പോകുന്നത്. ഇപ്പം അതൊന്ന് ക്ലച്ച് പിടിച്ചിട്ട് ആകെ ഒരു 5-6 മാസമായിട്ട് ക്ലച്ച് പിടിച്ച് ലാഭത്തിലേക്ക് കയറി വന്നിട്ടേ ഉള്ളൂ. അതൊന്ന് 4 ബസ് മനുഷ്യന്മാർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത് 4 ബസ് ഓടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു വോൾവോ ബസ്സൊക്കെ വൃത്തിയായി ഓടുന്നത് കാണുന്നേ ഉള്ളൂ. അപ്പൊ അപ്പോഴത്തേക്കും അത് പൂട്ടിക്കണം. ഷെഡ്യൂളുകളും ശമ്പളം പകുതിയാണ് കൊടുക്കുന്നത്. എത്രയാ സ്മൃതി വേണം? 16,000 ആൾക്കാർ അവിടെ പണിയെടുക്കുന്നുള്ളൂ. ആകെ 500 താഴെ ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ പോയിട്ടുള്ളൂ. 16,000 ആൾക്കാർ 15,500 ആൾക്കാർക്ക് കൂടുതൽ ശമ്പളം കൃത്യമായി കിട്ടുന്നുണ്ടല്ലോ. ഇത് പറയുമ്പോൾ ഞാൻ പറയുന്നത് എന്താ അറിയോ, കേരളത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് പൂട്ടിപ്പോവാൻ പറയുന്ന ഒരു കമ്പനി അത് പ്രോഫിറ്റിലേക്ക് വരുന്നത് മാത്രമല്ല, അവിടുത്തെ ജീവനക്കാർ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്ക് മുഴുവൻ കിട്ടുന്നുണ്ടല്ലോ. ആ അവസ്ഥയിലേക്ക് എത്തിയത് തന്നെ വലിയ കാര്യമല്ലേ? അപ്പം ഞാൻ പറയുന്നത് എന്താ അറിയോ, നമ്മൾക്ക് ഒരു ഇലക്ഷനല്ലേ നേരിടാൻ പോകുന്നത്? ഇന്ത്യയുടെ ഒരു പ്രതിപക്ഷ പാർട്ടിയല്ലേ, ഒരു പ്രതിപക്ഷ നേതാവല്ലേ? ആ പ്രതിപക്ഷ നേതാവ് ഒരു പ്രതിപക്ഷ പാർട്ടിയായി ഇന്ത്യയിൽ നിന്ന് കേരളത്തിലെ ഒരു പ്രതിപക്ഷത്തിൽ നിന്നും ഭരണപക്ഷത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് മത്സരം നടത്തുന്ന സമയത്ത് ഈ ജൂഡോ പഠിക്കാൻ പോകുന്ന സമയത്ത് ഈ പ്രകടന പത്രിക ഒന്ന് വായിച്ചു നോക്കിക്കൂടായിരുന്നോ? ഇന്നലെ നമ്മൾ കണ്ടായിരുന്നല്ലോ, ഇന്നലെ കളരിപ്പയറ്റ് നടത്തുന്നതും വേറെന്തൊക്കെയോ നടത്തുന്നത് നമ്മൾ കണ്ടായിരുന്നല്ലോ. ആ സമയത്ത് നാളെ ഞാൻ വായിക്കാൻ പോകുന്നത് എന്താണെന്നെങ്കിൽ അത്യാവശ്യം ഈ കുളത്തിൽ ചാടുന്നതിനേക്കാളും കടലിൽ ചാടുന്നതിനേക്കാളും ബെറ്റർ ആയിരിക്കും. ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇതെന്താണ് നാളെ ഞാൻ പറയാൻ പോകുന്നത്. ഇത് കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റുമോ? മലയാളം മനസ്സിലായി എന്നുള്ള കാര്യം സ്മൃതി മേഡം പറഞ്ഞല്ലോ. രാഹുൽ ഗാന്ധിക്ക് മലയാളം മനസ്സിലാകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. മലയാളത്തിൽ കേരളത്തിലാണ് കൂടുതൽ പരിപാടി. ഇന്ന് കേരളത്തിലൊരു MP ആയിരുന്നു. കേരളത്തിൻ്റെ 5 വർഷം ഭരിച്ച കേരളത്തിലെ MP ആണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിൻ്റെ സഹോദരി ഇപ്പോൾ കേരളത്തിലെ MP ആണ്. എന്നിട്ട് കേരളത്തിൽ എന്ത് നടപ്പിലാക്കാൻ പറ്റും, എന്ത് നടപ്പിലാക്കാൻ പറ്റില്ല, കേരളത്തിലെ ജീവിത സാഹചര്യം എങ്ങനെയാണ്, കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു 5 ഗ്യാരണ്ടി, അധികമൊന്നും പറഞ്ഞില്ലല്ലോ, ഒരു പ്രകടനപത്രിക പുറത്തു ഇറക്കിയില്ലല്ലോ, ഒരു 5 ഗ്യാരണ്ടി വൃത്തിയായി പറയാൻ കഴിഞ്ഞില്ലല്ലോ. ആ 5 ഗ്യാരണ്ടി വൃത്തിയായി പറയാത്ത ആൾക്കാരെ കയ്യിൽ ഒരു 5 വർഷം ഭരിക്കാൻ സർക്കാർ അധികാരം, കേരളത്തിലെ ജനങ്ങൾ അധികാരം കൊടുക്കുന്നു എന്ന് പറയുന്നത് മനസ്സിലാക്കിയാൽ മതി. ഇത്രയും ഇതിൻ്റെ പ്രശ്നമുള്ളൂ. ഞാൻ പറയുന്നത് അറിയോ, ഇത് കോൺഗ്രസിനെ കുറ്റം പറയാമെന്ന് വിചാരിക്കുക ചെയ്യരുത്. ഇവർ ചെയ്യുന്നത് കൊണ്ടാണെന്നേ, ഇവരിത് ചെയ്യുന്നത് കൊണ്ടാണ്. ഞാൻ പറയും, ഇന്ന് പ്രധാനപ്പെട്ട കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും നിരന്നിരുന്ന സഭയല്ലേ അത്, അല്ലേ? ഒരു സ്റ്റേജല്ലേ അത്? അതൊന്ന് വൃത്തിയായി പരിഭാഷപ്പെടുത്താൻ പറ്റിയോ? വൃത്തിയായി പരിഭാഷപ്പെടുത്താൻ പറ്റിയോ? അതുപോലും പ്രോപ്പറായി ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, VD സതീശൻ വലിയ യാത്രയാണ് കാസർഗോഡ് വഴി തിരുവനന്തപുരം നടത്തിയത്, വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി, വലിയ ബഹളം ഉണ്ടാക്കി, ഒക്കെ ശരിയാണ്. ഞാൻ പറയുന്നത് അവസാനം കൊണ്ട് കല ഉടയ്ക്കുന്ന പരിപാടിയില്ലേ, ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാനം VD സതീശൻ എന്ത് പറഞ്ഞിട്ടുണ്ടാവും അറിയാം എല്ലാവരോടും, നിങ്ങളെല്ലാവരും ഇതൊരു പൊതു സദസ്സാണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, നമുക്ക് വൃത്തിയായി ഇതിനെ സമാപിപ്പിക്കണം എന്ന് എല്ലാവരും പേരെടുത്ത് പറഞ്ഞേപ്പിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് എല്ലാവരും വൃത്തിയായി അടങ്ങിയിരുന്നു കുട്ടികളെ പോലെ. പക്ഷേ അത് ആര് കൊളാക്കി? അതിൽ പ്രധാനപ്പെട്ട നേതാവ് തന്നെ ഇതിങ്ങനെ പറഞ്ഞ് കൊളാക്കി തരാം. ഞാൻ പറയുന്നത്, ഒരു പ്രാവശ്യം അതിന് മുൻപ് അത് വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് പ്രഖ്യാപിക്കില്ല എന്നുള്ളതാണ്. ഞാൻ പറയുന്നത്, ഒരു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്, ഒരു സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവല്ല. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപ ക്ഷേമ പെൻഷൻ, ഇൻഷുറൻസ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ 1 രൂപയ്ക്ക് എത്ര രൂപ പെൻഷൻ? ഞാൻ പറഞ്ഞു, കേരളത്തിലെ ജനങ്ങൾക്ക്, വീടുകൾക്ക് മുഴുവനുമാണ്.
മനസ്സിലായോ? ഓരോ കുടുംബങ്ങൾക്കുമാണ്. അപ്പം 25 ലക്ഷം രൂപ പെൻഷൻ, 25 ലക്ഷം എന്ന് പറഞ്ഞാൽ ചെറിയ പൈസയാണോ? മനസ്സിലായോ? അപ്പോൾ ഇത് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇതെങ്ങനെ കൊടുക്കാൻ കഴിയുമെന്ന് ചോദിക്കണ്ടേ? ഇത് കൊടുത്ത ആൾക്കാരോട് ചോദിക്കണ്ടേ? ഇതുപോലും ചോദിച്ചിട്ടില്ല. അപ്പം ഇതിനൊക്കെ ഇനി ഞാൻ പറയുന്നത് എന്താ പറയുക, ഈ പ്രകടന പത്രിക എന്ന് പറയും, അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ പ്രകടന പത്രിക എന്ന് പറയുന്നത് ഒരു UDF കുറേ പ്രകടന പത്രിക ഉണ്ടാക്കി, BJP കുറേ പ്രകടന പത്രിക ഉണ്ടാക്കി, കോൺഗ്രസ് കുറേ പ്രകടന പത്രിക ഉണ്ടാക്കി. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കണ്ട. കേരളത്തിലെ ജനങ്ങൾ ആരും ഇത് എന്ത് നടപ്പിലാക്കിയെന്ന് നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുക. അതും കൂടെ താരതമ്യം ചെയ്യുമ്പോൾ അറിയാം കേരളത്തിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന്. അപ്പം ഇത് മനസ്സിലാക്കി ഇതിനനുസരിച്ചൊരു നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു വാഗ്ദാനം 2 മതിയെന്നേ, 5 മതിയെന്നേ, 6 കയ്യിലിരിക്കുന്ന സീറ്റ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കയ്യിലിരിക്കുന്ന സീറ്റ് ഈ കളിയാണെങ്കിൽ കയ്യിൽ നിന്ന് പോകും. അതിനേക്കാളും ഭേദം മര്യാദയ്ക്ക് ഒരു 10 വാഗ്ദാനം പറഞ്ഞ് ഇതാണ് ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത്, ഞങ്ങൾ ഇന്നയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്നുള്ളതാണ്. പിന്നെ ഈ പിണറായി വിജയൻ ശൈലി തന്നെ വിടുന്ന് വേറെ കുറച്ചും കൂടെ കൊണ്ടുപോകാം. കേരളത്തിൽ എന്തൊക്കെ പുതിയ ഇനിഷ്യേറ്റീവുകൾ കൊണ്ടുവരാൻ പറ്റും, വേറെ ഏതൊക്കെ ശൈലിയൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഈ ക്ഷേമ പെൻഷനിൽ പിടിച്ച് നമുക്കറിയാലോ 2500-നോ 3000-നോ മേലെ ക്ഷേമ പെൻഷൻ ഇപ്പോൾ കേരളത്തിലെ സാഹചര്യത്തിൽ കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് അറിയാലോ. യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഇതാണ് നല്ല ക്ഷേമ പെൻഷനാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്, അത് നന്നായി കൊടുക്കുന്നുണ്ട്, ഞങ്ങളിതാ ഇന്ന വാഗ്ദാനം വൃത്തിയായി നടപ്പിലാക്കും, ഞങ്ങൾ ഇന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരും, ഞങ്ങൾ ഇന്ന സംവിധാനം ചെയ്യും, ഇന്ന ഏരിയയിലേക്ക് ഇന്ന മാറ്റങ്ങൾ വരുത്തും. ഇതൊക്കെ പറഞ്ഞുകൂടെ? ഇതൊക്കെ പറഞ്ഞ ജനങ്ങൾക്ക് പിന്നെയും വിശ്വാസം അത് ശരിയാണല്ലോ എന്നെങ്കിലും തോന്നും. അതിന് പകരം എന്താ പറയുന്നത്, നിങ്ങൾക്ക് 25 ലക്ഷം തരാം, നിങ്ങൾക്ക് 6000 തരാം, നിങ്ങൾക്ക് 72,000 തരാം, നിങ്ങൾക്ക് ഇവിടെ പിന്നെ വീട് വെക്കാൻ സ്ഥലം തരാം, 3 സെൻറ്റ് വീട് കേരളത്തിലെ പട്ടയമില്ലാത്തവർക്കെല്ലാം 3 സെൻറ്റ് വീട് എന്ന് പറഞ്ഞിട്ടാണ് പരിപാടി തുടങ്ങിയത്. എന്നിട്ട് കേരളത്തിലെ എത്ര പേർക്ക് UDFൻ്റെ ഭരണകാലത്ത് 3 സെൻറ്റ് കിട്ടി? കേരളത്തിലെ സ്ഥലമില്ലാത്ത എല്ലാവർക്കും അങ്ങനെയാണ് വാഗ്ദാനം. 3 സെൻറ്റ് വീട്, 3 സെൻറ്റ് സ്ഥലം കിട്ടും, അവിടെ നിങ്ങൾക്ക് വീട് വെച്ച് താമസിക്കാമെന്ന് പറഞ്ഞ്. എന്നിട്ട് എത്ര പേർക്ക് 3 സെൻറ്റ് സ്ഥലവും വീടും കിട്ടി? അപ്പം പറ്റുന്ന പണിയെടുക്കുക എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഞാൻ നേരത്തെ നമ്മൾ നോക്കിയപ്പോഴേ ഈ ഫാമിലിയുടെ കണക്കെടുത്ത് നോക്കിയപ്പോൾ 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ മൊത്തം എത്ര കുടുംബങ്ങളുണ്ടെന്നറിയോ? 7,71,000 17,16,370 2011. അത് പോട്ടെ, 1 കോടിക്ക് വേണ്ട, നമുക്ക് 77 ലക്ഷത്തിൽ പിടിക്കാം. 77 ലക്ഷം, ഇനി അത് ബാക്കി 16 കൂടെ നമ്മൾ വിട്ടു. 77 ലക്ഷം കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപ വീതം ഇൻഷുറൻസ് കിട്ടുന്ന ഒരു പദ്ധതിയുടെ പ്രീമിയം എത്ര അടയ്ക്കേണ്ടി വരുമെന്ന ഒന്ന് ആലോചിച്ച് നോക്കിയേ. 10,000 രൂപ വെച്ച് 10,000 × 77 ലക്ഷം എന്നൊന്ന് കൂട്ടിയാൽ മതി. എത്ര വരുമെന്നറിയാം? 10,000 × 77 ലക്ഷം കേരളത്തിലെ ബഡ്ജറ്റിന് പുറത്തു പോകും. ഞാൻ കണക്കൂട്ടിയപ്പോൾ കേരളത്തിലെ ബഡ്ജറ്റ് ഉള്ളിൽ നിൽക്കില്ലത്, കേരളത്തിലെ ബഡ്ജറ്റിന് മുകളിൽ പോകുന്ന കണക്കാണ്. ഒരു സ്ഥാപനത്തില് മുഴുവൻ സ്റ്റാഫുകൾക്ക് ഇൻഷുറൻസ് കുടുംബത്തിന്റെ കാര്യം കൊടുക്കാൻ പറ്റുമ്പോൾ ഒരു സാധാരണ കുടുംബത്തിൽ നോക്കിയാൽ മതി. എന്റെ കുടുംബത്തിൽ 5 പേരുണ്ട്, 5 പേർക്ക് ഇൻഷുറൻസ് എടുക്കാൻ എത്ര വേണമെന്ന് പറഞ്ഞാൽ നോക്കിയാൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള പ്രീമിയം, ഏറ്റവും മിനിമം ഫെസിലിറ്റി പ്രീമിയം കൊടുക്കുന്നത് ഇന്റർനെറ്റിൽ കാണിക്കുന്നത് 8,000 രൂപയാണ്. ഒരു ഫാമിലിക്ക് 20 ലക്ഷം രൂപയാണോ, ഇത് 25 ലക്ഷം. അപ്പോൾ 10,000 രൂപ വെച്ച് ഏറ്റവും മിനിമം 10,000 രൂപ മിനിമം പ്രീമിയം ഒരു കുടുംബത്തിന് വെച്ച് നോക്കിയാൽ 77 ലക്ഷം കുടുംബത്തിന് പ്രീമിയം അടയ്ക്കണം. 77 ലക്ഷം × 10,000 എത്ര കണക്ക് വരുമെന്ന് ആലോചിച്ചു നോക്കും. ഇത് എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്നാണ് മനസ്സിലാക്കാത്തത്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ കേട്ടോ. ഇന്ന് ഒരു കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഞാൻ മോർണിംഗ് ഷോ അവതരിപ്പിച്ച് തുടങ്ങിയപ്പോൾ പീരുമേട്ടിലായിരുന്നു രാഹുൽ ഗാന്ധി. മോർണിംഗ് ഷോ പകുതിയായപ്പോഴേക്ക് ശിവഗിരിയിലെത്തി. അപ്പോൾ പറഞ്ഞോട്ടെ, ഇതും കൂടെ പറഞ്ഞ എന്തായിരിക്കും കാരണമെന്ന് ഞാൻ പറയണ്ടല്ലോ. അല്ല, എന്തുകൊണ്ട് പറഞ്ഞ അവസാനിപ്പിക്കുന്ന അറിയോ? ചിലർക്ക് മാത്രം പോകാനുള്ള സ്ഥലം അങ്ങനെയല്ല. അല്ല, ഒരു മിനിറ്റ്, അല്ല, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ പിന്നെ ഈ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന പറഞ്ഞ അവസാനിപ്പിക്കാൻ അതല്ല, ഈ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന സമയത്ത് ഏതെങ്കിലും സ്കൂൾ ഗ്രൗണ്ടിന്റെ മുന്നിൽ ഹെലികോപ്റ്റർ ഇറങ്ങും. ആ സ്കൂളിലെ കുട്ടികളെല്ലാം ഹെലികോപ്റ്റർ വന്നിറങ്ങുമ്പോൾ ഓടി വരുമ്പോഴത്തേക്കും കയ്യും കൊടുത്ത് ബിസ്ക്കറ്റും പിന്നെ അല്ലെങ്കിൽ മിഠായും കൊടുത്ത്, അയ്യോ നമ്മുടെ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ വന്നു എന്നുള്ള ആകാംക്ഷ പോലെ എല്ലാവരും പോയി കെട്ടിക്കിടിക്കുമ്പോൾ ഇതാണ് കേരളത്തിന്റെ വികാരം എന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ, ഇതിനേക്കാൾ അപ്പുറം വരും. മാറി നിൽക്കുന്ന പറയുന്ന വികാരത്തെക്കാളും ഭേദം. അത് നല്ലതാ. ശരി, അപ്പൊ ശരി. Meet the editors.